ഹിസ്റ്ററിയിലെ വലിയൊരു ബാലികേറ മലയാണ് അതിലെ വർഷങ്ങൾ ഓർത്തു വെക്കുക എന്നുള്ളത്. ഹിസ്റ്ററി തന്നെ ഒരുപാടുണ്ട് അല്ലേ, ശരിക്കും ഒരു സാഗരം പോലെയാണുള്ളത്. പക്ഷേ ഇതിലെ വർഷങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഓർത്തു വെക്കുക? സോ അതിനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ നടന്ന ഒരു കാര്യം, നമ്മുടെ ചരിത്രമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. സോ ആ നടന്ന കാര്യം നമ്മളൊരു പർട്ടിക്കുലർ ഏരിയ ആണ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ആ ഇവൻറ്റിലേക്ക് നയിച്ച കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഇവൻറ്റ്സ് അതുമായിട്ട് കണക്റ്റഡ് ഉണ്ട്. ആ കണക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് എല്ലാം നമ്മളൊരു സ്റ്റോറി പോലെ കണക്ട് ചെയ്ത് ഒന്ന് കഴിഞ്ഞ് അടുത്തത് എന്താ നടന്നത് എന്നുള്ളത് നമ്മളൊരു ഓർഡറിൽ പഠിക്കും. ആ ഓർഡറിൽ പഠിക്കുന്നതോടൊപ്പം അത് നടന്ന വർഷവും കൂടി അതിനോട് ചേർന്ന് പഠിക്കുക. അപ്പോൾ ഈ ഓരോ ഇവൻറ്റും നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നതോടൊപ്പം ആ നടന്ന വർഷങ്ങളും കൂടി നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ എളുപ്പമായിരിക്കും. അങ്ങനെ 1 by 1 ആയിട്ട് ഇവൻറ്റിനോടൊപ്പം വർഷങ്ങളും കൂടി നമ്മൾ ആഡ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു ആൻസർ പേപ്പറിലോ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ 4 ഓപ്ഷൻസ് കാണുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ കൺഫ്യൂസ് ആവില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ, നമ്മുടെ പാരൻസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ, നമ്മുടെ സിബ്ലിങ്സിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ നമ്മൾ അത്ര പെട്ടെന്ന് മറന്നുപോകില്ല. അല്ലെങ്കിൽ ചില ഇവൻറ്റ്സ് നടക്കുന്ന ദിവസങ്ങൾ ഇതൊന്നും നമ്മൾ മറക്കില്ല. കാരണം എന്താ, അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അത്രത്തോളം താല്പര്യം എടുത്തുകൊണ്ട് നമ്മൾ ഓർത്ത് വെക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മളൊരു ഭാഗം, ഒരു പർട്ടിക്കുലർ ഏരിയ പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇവൻറ്റ്സ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ആ കണക്ട് ചെയ്ത് പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഇയേഴ്സും കൂടി ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് ഈ പറയുന്ന ഇയേഴ്സ് ഒരു കാരണവശാലും 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് എത്താൻ സാധിച്ചാൽ തന്നെ നമ്മുടെ മാർക്ക് അവിടെ സെറ്റാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിക്ക്, അതായത് ഒരു ടോപ്പിക് നമ്മൾ എടുക്കുന്നു, ആ ടോപ്പിക്കുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഇവൻറ്റ്സ് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഇയേഴ്സും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഓർഡറിൽ, ആ ഇയേഴ്സിൻ്റെ ഓർഡറിൽ തന്നെ ആ ഭാഗത്തിലെ പോയിന്റ്സ് എല്ലാം, ഇവൻറ്റ്സ് എല്ലാം ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും, എത്ര ട്വിസ്റ്റഡ് ആയിട്ട് തന്നാലും, എങ്ങനെ 3-4 ഓപ്ഷൻസ് തന്നാലും നമുക്ക് നമ്മുടെ ഓപ്ഷനിലേക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഓർഡർ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ച് നോക്കൂ. ഷുവറായിട്ട് നിങ്ങൾക്ക് ഇനി ഹിസ്റ്ററിയിലെ വർഷങ്ങൾ ഒരു ബാലികേറ മലയേ ആവില്ല. ഓക്കെ, അപ്പോൾ ഈ ട്രിക്ക് വർക്കൗട്ട് ആവുമോ എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. സോ എനിക്കിത് വർക്കൗട്ട് ആവുന്നുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്ത കുട്ടികൾക്കും ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇനി നിങ്ങൾക്കിത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റിൽ കമൻറ്റ് ചെയ്യണേ. എനിവേ, അടുത്തൊരു ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ടിപ്പുമായിട്ട് നമുക്ക് അധികം വൈകാണ്ട് തന്നെ എത്താം. ഓക്കെ.